Maybe we are poor, foolish, follicular, but we are not bitter. ഈ ധൈര്യം എന്റെ കൂടെ പുറത്താണ്. പണത്തിന് വേണ്ടി എല്ലാം ഇതെന്റെ കർമ്മയാണ്. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കൃഷ്ണൻ നായർ എന്ന ജയൻ ഒരു പ്രമുഖനായ മലയാള സിനിമാ അഭിനേതാവും നാവിക ഓഫീസറും സ്റ്റണ്ട് നടനും 1970-കളിലെ കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നവുമായിരുന്നു ജയൻ. ഏകദേശം 120-ലധികം മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിച്ചു. തന്റെ സിനിമാ ജീവിതകാലത്ത് അദ്ദേഹം പ്രധാനമായും ഒരു ആക്ഷൻ താരമായാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഏതാനും ചിത്രങ്ങളിൽ സ്വഭാവ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം തന്റേതായ പൗരുഷഭാവങ്ങൾക്കും അതുല്യമായ അഭിനയശൈലിക്കും പ്രശസ്തനായിരുന്നു. അതിസങ്കീർണമായ സാഹസിക രംഗങ്ങളിൽ അവയുടെ അപകട സ്വഭാവം ഗൗനിക്കാതെ തന്മയത്വമായ പ്രകടനം കാഴ്ചവെക്കുന്നതിലായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിന്റെ മികവ്. 1970-കളുടെ അന്ത്യപാദങ്ങളിൽ മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നടനായി പ്രശസ്തി നേടിയ അദ്ദേഹത്തെ മലയാള സിനിമയിലെ ആദ്യ ആക്ഷൻ നായകനെന്ന വിശേഷണം തേടിവന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വേഷവിധാനത്തിലും ശൈലിയിലും മറക്കാനാവാത്ത ഒരു തരംഗം സൃഷ്ടിച്ച അഭിനേതാവായിരുന്നു ജയൻ. 1970-കളിൽ നിരവധി ചിത്രങ്ങളിൽ ആക്ഷൻ ഹീറോയായി അഭിനയിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ അഭിനേതാവായി ഉയർന്നുവെന്ന കാലയളവിന് മുൻപ് ജയൻ ഇന്ത്യൻ നാവികസേനയിലെ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസറായിരുന്നു. 41-ാം വയസ്സിൽ തന്റെ പ്രശസ്തിയുടെ ഉത്തുംഗത്തിലായിരിക്കെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. ഒരു ഹെലികോപ്റ്റർ ഉൾപ്പെടുന്ന രംഗത്തെ അത്യന്തം അപകടം പിടിച്ച ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. പറന്നു പൊങ്ങിയ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങി ഫൈറ്റ് സീൻ ചിത്രീകരിക്കുന്ന വേളയിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. കാലത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുവെങ്കിലും പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയന് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. വിടരുന്നു പൊഴിയുന്നു കാമനകൾ, വളർത്തുന്ന നീ തന്നെ തകർക്കുന്നതും. വിടരുന്നു പൊഴിയുന്നു കാമനകൾ, വളർത്തുന്ന നീ തന്നെ തകർക്കുന്നതും. എല്ലാം അറിഞ്ഞും നീ കണ്ണടയ്ക്കുന്നു, എന്നും ഉണരാതെ ഉറങ്ങുന്നു ദൈവവും മേലെ. കാലമേ കാലമേ. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? ഞാനും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ കാലം മുതൽ. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യനെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാണുമ്പോൾ കുറച്ച് ടഫ് ആളാണെന്ന് തോന്നും, പെരുമാറിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ഈസ് എ വെരി സിമ്പിൾ മാൻ. ആൻഡ് ആ മസിലിന്റെ അകത്തൊക്കെ there is a very tender heart in Jain. I've only been witness to that. I have never seen the angry side of Jain at all. അവളെ ഞാൻ രക്ഷിക്കും, പക്ഷെ ഇപ്പൊ നിങ്ങളെ ഇവിടെ ആര് രക്ഷിക്കുന്ന കാണേണ്ടത്? ഹരി തെറ്റിയാൽ ചില പാനി വീഴും. പയ്യൻ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. இந்தியாவில சூப்பர் ஸ்டார் மோகன்லால் ரெஸ்பெக்ட் பண்ணக்கூடிய ஒரு ஆள்னா ஈஸியா டிரெக்ட். ஆனால் ജയൻ ഇന്നല്ല സിനിമാ കാലമുള്ള വരെ തീർച്ചയായിട്ടും ജയൻ ഉണ്ടാവും, ജയന്റെ പേരുണ്ടാകും. ഓർമ്മ
ജയേട്ടനെ പോലെ ഒരു ജം പേഴ്സൺ ഇല്ല, അന്നുമില്ല ഇന്നും. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അന്ന് സൂപ്പർ സ്റ്റാർ ഒന്നും പറയുന്നില്ലെങ്കിലും മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ജയനാണല്ലോ. ഈ കാലഘട്ടത്തില് ഒരു 4 വർഷം കൊണ്ട് ഇൻഡസ്ട്രി പിടിച്ചടക്കിയാണ്. ജോലിക്ക് വേണ്ടി എന്തും ചെയ്യും. ഒന്നാമത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം, പല പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനെയും വളരെ റെസ്പെക്ട് ചെയ്ത് വളരെ നല്ല സ്നേഹസമ്പന്നനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ നസീർ എവിടെ, ഡാഡി എവിടെ, എന്റെ ഫാദറിന്റെ വെരി ക്ലോസ് ഫ്രണ്ട്. അപ്പൊ അതിനെതിരെ ഇദ്ദേഹം സംസാരിക്കും. ഞങ്ങൾ ഇവർക്കൊക്കെ എന്ത് അവകാശം ഇരിക്കുന്നു പ്രേം നസീർ എന്ന് പറഞ്ഞ വാക്ക് പറയാൻ? ശരിക്കും അവിടെ നമുക്ക് അദ്ദേഹത്തിന്റെ മുഖത്തും സംസാരത്തിലും പ്രതിഫലിച്ച് കണ്ടത് ഗുരുത്വം. കിരണം പൂവായി വിരിയുന്നാത്മഹർഷം, പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുന്ന വെൽ ഡ്രസ് മാനർ. കോസ്റ്റ്യൂംസ് അത് അവിടെയുള്ളത് സെറ്റിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓൾമോസ്റ്റ് പുള്ളിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്. അതല്ല അദ്ദേഹത്തിന്റെ കാർ, ഒരു ഫിയറ്റ് കാറുണ്ട് 134 എന്നുള്ള, അതിന്റെ ഡിക്കിയിൽ എപ്പോഴും കുറെ ഡ്രസ്സസ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് അദ്ദേഹം ഇട്ട് അത് സെറ്റായിട്ട് വരും. Definitely people can never forget. People who are in Malayalam field and people who really worked with him can never forget him. ഇന്നിപ്പോ നമ്മള് കണ്ടിരിക്കുന്ന ആക്ഷൻ ഹീറോ, ഇതിനു മുമ്പ് ജീവിതത്തിലും ആക്ഷൻ ഹീറോ ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഞങ്ങൾ ഷെവിക്ക് പോയപ്പോഴത്തേന് ഒരു നേവിക്കാരൻ എന്നെ ക്യൂവിൽ നിന്ന് തള്ളി മാറ്റുകയും ഉടനെ തന്നെ ദേവി വന്ന നേവിക്കാരനെ എടുത്ത് വലിച്ച് എറിഞ്ഞു. അത് നമ്മൾ ഇപ്പോഴത്തെ പുതിയ സിനിമയിൽ കണ്ടുവരുന്ന ആളെയൊക്കെ വളരെ നിസ്സാരമായിട്ട് എഴുതുന്നത് തന്നെ. വളരെ റിസ്കി ഷോട്ട്സാണ് ജയൻ അന്ന് എടുത്തത്. എനിക്കും ത്യാഗരാജൻ മാസ്റ്റർക്കും എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയമാണ് തോന്നിയത്. ആനയുടെ കൊമ്പുമ്പോ തൂങ്ങിക്കിടന്ന് അദ്ദേഹം കാണിച്ചത് ഇതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവണം. ചന്ദ്രകാശന്റെ ഷൂട്ടിംഗ് ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ, അതായത് ഒരുപാട് ഉയരത്തിലുള്ള ക്രെയിനിന്റെ മുകളില് ഇതൊന്നും ഷോട്ട് കാണാം. പക്ഷേ സിനിമയിൽ നമ്മൾ കാണുമ്പോ ഇത് ജയനാണ് തോന്നുന്നില്ല, ഒരു സ്പെക്ട് ഇത് തൂങ്ങിക്കിടക്കുന്നു. എന്നാലും ചെയ്യും. இன்னொரு ஜெயன், அது கேள்விக்குறி. ஒரு ராஜ்குமார், ஒரு எம்ஜிஆர், ஒரு சத்யன், அது மாதிரி ஒரே ஒரு ജയൻ. ശരപഞ്ചരത്തിൽ ഞാൻ അഭിനയിച്ചു. ഞാൻ പെട്ടെന്ന് ഓർമ്മ, ഞാൻ ഇങ്ങനെ ഈ സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിക്കുന്നത്. ചെറിയ വേഷം എന്ന് പറയരുത്, ഞാനും ഒരുപാട് ചെറിയ വേഷം ചെയ്തിട്ടാണ് ഇങ്ങനെ വലിയ വേഷത്തിൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി കൈ തന്നു. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. കൈ തന്നിട്ട് 1.5 അടിയായിരുന്നു. ഒരു ഉരുക്ക്, ഒരു ഇട്ടി ഇടിച്ചാൽ 10-20 പേരൊക്കെ തെറിച്ചു പോകുന്ന മാതിരിക്കുള്ളൂ. ഞാൻ ഹെലികോപ്റ്ററിൽ എന്റെ പിടുത്തം ബലമായി എനിക്ക് പിടിച്ചു എന്ന് തോന്നുമ്പം ഞാൻ എന്ന് പറയും. അപ്പൊ നീ പെട്ടെന്ന് മുമ്പോട്ടോ ലെഫ്റ്റിലോട്ടോ പൊയ്ക്കോ. ചില അപകടങ്ങളെല്ലാം നമ്മളെ പ്രശ്നിച്ചാലും പറയാനാണ്. മരിച്ചിട്ടും ജനഹൃദയങ്ങളിൽ ജീവിച്ച ഒരു അപൂർവ വ്യക്തിയാണ്. മേ ബി ആ ഒരു പ്രായത്തിൽ പോയതുകൊണ്ടായിരിക്കും സ്റ്റിൽ നമുക്കിപ്പോഴും ആ ജയേട്ടൻ തന്നെ മനസ്സിലുള്ളത്. ഇല്ല, എനിക്ക് രൂപമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ജീവിച്ചിരുന്നപ്പോഴുള്ള എന്റെ രൂപം. എവിടെയോ കളഞ്ഞുപോയ കൗമാരം എവിടെയോ
കളഞ്ഞു പോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. എവിടെയോ കളഞ്ഞു പോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു.